ഇവനാണെങ്കിൽ വളരെ ഇമോഷണലായിട്ട് ഒരുപാട് മഴയൊക്കെ നനഞ്ഞാണ് വീട്ടിൻ്റെ അകത്ത് കയറി വരുന്നത്. ഇവള് നോക്കുമ്പോഴത്തേക്കും അവൻ ഫുള്ള് നനഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, നീ എന്തിനിങ്ങനെ മഴ നനഞ്ഞ് വന്നത്, നിൻ്റെ ദേഹം മൊത്തം നനഞ്ഞിരിക്കുകയല്ലേ, നിനക്ക് പനി പിടിക്കും, പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഡ്രസ്സ് എവിടെ, എനിക്ക് ഡ്രസ്സൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ അവൾ പറയുകയാണ്, എൻ്റെ അടുത്ത് ഒരു ലൂസ് ടീഷർട്ട് ഉണ്ട്, ആ ടീഷർട്ട് നിനക്ക് കറക്റ്റായിരിക്കും, നീ ആ ടീഷർട്ട് ഇടാൻ പറഞ്ഞിട്ട് ആ ടീഷർട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇമോഷണലി വല്ലാത്ത രീതിയിൽ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ അവനെ നിർബന്ധിച്ച് കുളിപ്പിക്കാനൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. കുളിച്ചിട്ട് വാ, ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പനി പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് കുളിക്കാൻ വിടുന്നുണ്ട്. അങ്ങനെ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവളടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഇവളെന്ത് ചോദിച്ചിട്ടും അവൻ മറുപടിയൊന്നും പറയുന്നില്ല. കുറച്ച് കഴിയപ്പോഴത്തേക്കും അവളെ ദേഹത്തോട്ട് ഇവൻ തല ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവളാണെങ്കിൽ അവനെ പിടിച്ച് ബെഡിൽ കൊണ്ട് കിടത്തുകയാണ്. ബെഡിൽ കൊണ്ട് കിടത്തിയതിന് ശേഷം അവൾ അവനെ നോക്കുമ്പോഴത്തേക്കും അവന് നല്ല ഫീവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊരു നനഞ്ഞ ടവൽ കൊണ്ട് അവൻ്റെ ദേഹമൊക്കെ തുടച്ച് അതിന് ശേഷം അവനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രി ഫുള്ളും ഉറങ്ങാതെ അവൻ്റെ അടുത്ത് നിന്ന് അവനെ കെയറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മഴ നനഞ്ഞത് കാരണം ഇവന് നല്ല രീതിയിൽ ഫീവറൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇവൾ ഉറങ്ങിയപ്പോഴും ചെയ്യാതെ അവന് വേണ്ടിയിട്ട് അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. ഇവനെ കുറച്ച് ആലോചിച്ചിട്ട് അവൾക്ക് നല്ല കൺസേൺ ഉണ്ടായിരുന്നു. ഇവൻ എന്ത് പറ്റിയെന്നൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്താണ് അവനിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്, എന്ത് പ്രശ്നമാണ് എന്നൊക്കെ ആലോചിച്ച് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളുടെ നെറ്റിയിൽ ഈ ഷീറ്റ് ഇരിക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേ തന്നെ അവന് മനസ്സിലാവുന്നുണ്ട്, ഇന്നലെ നൈറ്റ് ഫുള്ളും അവനെ അവൾ കെയർ ചെയ്തെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴവൻ ചെറുതായിട്ടൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ ടേബിളിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു നോട്ട് അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മറക്കാതെ ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ നോട്ട് കാണുമ്പം അവനൊത്തിരി സന്തോഷമാവുന്നുണ്ട്. പിന്നെ അവൻ വീണ്ടും റെസ്റ്റ് എടുക്കാൻ പോകുന്നുണ്ട്. താങ്ക് യു.